കലിപ്പൻ സെക്കൻഡ് താന്തോന്നി പെണ്ണ്. രചന അഞ്ജന ഗോപാൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആദിയുടെ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവ നിലത്തേക്ക് വീണുപോയി. അവൻ പറഞ്ഞതൊക്കെ കള്ളമാവണേയെന്ന് ശിവ ആ സമയം അതിയായി ആഗ്രഹിച്ചു. ആദ്യം അവളെ തല്ലിയതിനേക്കാളും അവിശ്വസിച്ചതിനേക്കാളുമൊക്കെ അവൾക്ക് വിഷമമായത് സിദ്ധാർത്ഥിനോടുള്ള പക പോക്കാനാണ് അവൻ അവളെ ഉപയോഗിച്ചെന്ന ചിന്തയായിരുന്നു. അത് ആലോചിക്കുമ്പോൾ തന്നെ അവളുടെ ഹൃദയം വേദനയാൽ നുറുങ്ങി. ഈ നിമിഷം തന്നെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. ആദ്യം പറഞ്ഞു കേട്ട മറ്റുള്ളവരുടെ അവസ്ഥയും സമാനമായിരുന്നു. അവർക്കൊക്കെ ഒരേ സമയം ശിവയോട് സഹതാപവും ആദിയോട് വെറുപ്പും തോന്നി. ശിവ അങ്ങനെയൊരു തെറ്റ് ചെയ്യില്ലെന്ന് അവർക്ക് 100% ഉറപ്പായിരുന്നു. ആദി, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. സിദ്ധാർത്ഥ പറയുന്ന കേട്ടതും ആദിക്ക് വീണ്ടും അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. നിന്റെ മോനെ, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനിയും നീ ഇവിടെ കിടന്ന് ചലച്ച ചിലപ്പോ ഈ നിമിഷം തന്നെ ഞാൻ നിന്നെ കൊന്നുപോകും. അത്രയും ദേഷ്യത്തിൽ എല്ലാവരും ആദ്യം കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത് കേട്ടിട്ട് മാത്രമേ എല്ലാവരും ഇവിടുന്ന് പോവുള്ളൂ. പുറകിൽ നിന്ന് ആ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. അനു, സിദ്ധാർത്ഥ് വിശ്വാസം വരാതെ വിളിച്ചു. ആദ്യേട്ടൻ പറഞ്ഞാലും ഞാനും കേട്ടു. പക്ഷെ ഈ പറയുന്നതിനൊക്കെ മുന്നേ ഇവർക്ക് രണ്ടാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആരെങ്കിലും ചോദിച്ചോ? സിദ്ധാർത്ഥേട്ടൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിച്ചോ? അനുവിന്റെ ചോദ്യം കേട്ടതും എല്ലാവരും തലകുനിച്ച് നിന്നു. ആദ്യം അപ്പോഴും അതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള ഭാവത്തിലിരുന്നു. ആർക്കൊന്നും പറയാനില്ല അല്ലേ? പക്ഷെ ഇവിടെ നടന്നെന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന സ്ഥിതിക്ക് എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ആദ്യം നോക്കി പുച്ഛഭാവത്തിൽ തന്നെ അനു പറഞ്ഞു. ആദ്യം അപ്പോഴും ആരെയും കൗനിക്കാതെ ദൂരെ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചു. ആ വൃത്തിയായിട്ടവൻ അജയിന്റെ പണിയാണിതല്ല. അവനവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞൊക്കെ ഞാൻ നേരിട്ട് കേട്ടതാ. ശിവയെയും സിദ്ധുവേട്ടനെയും ഒരുമിച്ചൊരു മുറിയിലാക്കി പൂട്ടിയെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അത് ഏത് മുറിയാണെന്ന് മാത്രം പറഞ്ഞില്ല. അപ്പം തുടങ്ങിയ ഓട്ടാ ഞാൻ. അതിനിടയിൽ ആരോടൊന്നും പറയാനുള്ള സമയം കിട്ടിയില്ല. എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്തണമെന്നേ ഞാൻ അപ്പം ചിന്തിച്ചുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും കരുതിയില്ല. എൻ്റെ ശിവ, അവൾ പാവ. നിങ്ങൾ മാത്രം മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞവൾ. ആ അവളെയാണ് നിങ്ങൾ സിദ്ധുവേട്ടനോടുള്ള ദേഷ്യത്തിൽ ബലിയാടാക്കിയത്. ആ അറിവ് തന്നെ അവൾ എത്രമാത്രം തകർത്തെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് പറയുമ്പോഴേക്കും അനു പൊട്ടിക്കരഞ്ഞു പോയി. അനു പറഞ്ഞെല്ലാം കേട്ടതും ആദ്യം ഞെട്ടലോടെ ശിവയെ നോക്കി. അവളെ അവിശ്വസിച്ചതോർത്ത് ഒരേ സമയം അവനോട് തന്നെ പുച്ഛവും വെറുപ്പും തോന്നി. അതെ ആദി, നീ വിചാരിക്കുന്ന പോലെ ഇവിടെയൊന്നും നടന്നിട്ടില്ല. എനിക്ക് ശിവയെ ഇഷ്ടമായിരുന്നു എന്നത് സത്യമായ കാര്യമായിരുന്നു. പക്ഷെ ഞാനത് തുറന്നു പറഞ്ഞപ്പോൾ ഇവളെന്താ പറഞ്ഞതെന്ന് എനിക്കറിയോ? ഇവൾക്ക് ഞാൻ സ്വന്തം ചേട്ടനെ പോലെയാണെന്ന്. ഇവൾക്കൊരിക്കലും എന്നെ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ലെന്ന്. അതെനിക്ക് ആദ്യം വിഷമമുണ്ടാക്കിയെങ്കിലും പിന്നീട് അത് ആലോചിച്ചപ്പോൾ ഇവളോട് എനിക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നി. ഇവൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്നാ ഞാൻ. സത്യം പറഞ്ഞാൽ ഇവളെ നേരിട്ട് കണ്ടപ്പോഴാണ് എൻ്റെ ശ്വാസം പോലും നേരെയായത്. ഞാൻ മുറിക്കുള്ളിലേക്ക് കയറിയപ്പോഴേക്കും ആരോ വന്ന് ഡോർ ലോക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും എത്ര തട്ടി വിളിച്ചിട്ടും ആരും കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് നിങ്ങളെ ആരെങ്കിലും വിളിക്കാൻ തുടങ്ങിയതാണ് ഇവൾ. അപ്പോഴാണ് ഈ ബെഞ്ചിൽ തട്ടി വീഴാൻ പോയത്. വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് താങ്ങി പിടിച്ചത്. അതാ ആദ്യം വാതിൽ വന്നപ്പോൾ കണ്ടത്. അല്ലാതെ നീ കരുതും പോലെ അരുതാത്തൊന്നും ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല. സിദ്ധാർത്ഥ് പറഞ്ഞെല്ലാം ഒരു ശീലകണക്കെ ആദ്യം കേട്ടു നിന്നു. ശിവയെ ഇത്രയും നേരം അപമാനിച്ച നാവ് പിഴുതെടുക്കാൻ വരെ അവൻ ആ നിമിഷം തോന്നി. അവരുടെ എല്ലാ മുഖത്ത് അവനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു. അനു പോയി ശിവയെ കെട്ടിപ്പിടിച്ച്. ആ നിമിഷം അവൾ ആ ലോകത്തൊന്നുമല്ലെന്ന് അനുവിന് തോന്നി. അച്ചും വാമിയും അവളോടൊപ്പം ചേർന്നു. ആദ്യം ഒരു തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു പോയി. മോളെ അമ്മൂസേ, ആ വിളി കേട്ടതും ശിവ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ മുന്നിൽ രവിയാണ്. അത്രയും നേരം അവിടെ നടന്നെല്ലാം കേട്ടെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. രവിയെ കണ്ടതും ശിവ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അച്ഛയുടെ അമ്മൂസ് ചീത്തയാണോ അച്ഛൻ? അച്ഛയ്ക്ക് എന്നെ വിശ്വാസല്ലേ? എല്ലാം തകർന്ന പോലെയുള്ള അവിടെ ആ നിസ്സഹായമായ ചോദ്യം കേട്ടതും രവിയുടെ നെഞ്ച് വിങ്ങി. അയാൾ ദേഷ്യത്തോടെ ആദിത്യനെ നോക്കി. അപ്പോഴാണ് ആദിയും അയാളെ കാണുന്നത്. രവിയെ കണ്ടതും ആദി തരിച്ചു നിന്നു. രവിയെങ്കിൽ അവന്റെ നാവിൽ നിന്നും പുറത്തു വന്നു. ഒരു വേള താൻ കണ്ട സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല. അവന്റെ കണ്ണുകൾ ശിവയെ ആശ്വസിപ്പിക്കുന്ന രവിയിൽ തന്നെ തങ്ങി നിന്നു. രവിയുടെ നെഞ്ചിൽ ചാരി നിന്ന് പൊട്ടിക്കരയാണ് ശിവ. രവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റി വീഴുന്നുണ്ട്. രവിയെങ്കിൽ എന്റെ പാറുവിന്റെ അച്ഛൻ. അപ്പോ ശിവയാണോ എന്റെ പാറു? അതിന് ഉത്തരം മനസ്സിലാക്കിയതും അവനൊരു വിറയലോടെ അവരിരുവരെയും നോക്കി. രവിയെങ്കിൽ? സിദ്ധാർത്ഥും രവിയെ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അപ്പോ ശിവയാണോ പാറു? സിദ്ധാർത്ഥിന്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. അവൻ ആദിയെയും ശിവയും മാറി മാറി നോക്കി.
അവരുടെ ഈ അവസ്ഥ കാരണം ആലോചിക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് അവന്റെ ഹൃദയം നീറി. രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ അവസ്ഥയായിരുന്നു ആദിക്കപ്പോൾ. ഇത്രയും നാൾ താൻ ജീവനെ പോലെ സ്നേഹിച്ച് ഓരോ നിമിഷവും ഒന്ന് കാണുവാൻ വേണ്ടി കാത്തിരുന്നവൾ തന്റെ കൂടെ തന്നെ ഉണ്ടായിട്ടും തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് ഓർക്കുമ്പോൾ അവനോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി. എല്ലാം ഒന്ന് തുറന്നു പറയാൻ തോന്നിയെങ്കിലും അവന്റെ നാവ് ചലിച്ചില്ല. ആദിയുടെ ഓരോ ഭാവങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു ശരത്തപ്പോൾ. രവിയുടെ ഷർട്ട് ശിവയുടെ കണ്ണുനീരിനാൽ കുതിർന്നു. ഇത്രയും തകർന്ന് തന്റെ മകളെ രവി ആദ്യമായിട്ടാണ് കാണുന്നത്. അവളുടെ ഈ അവസ്ഥക്കാരൻ ആദ്യമാണെന്ന് ഓർത്തപ്പോൾ രവിയുടെ കണ്ണുകളിൽ അവനോടുള്ള പകയെരിഞ്ഞു. ആ കോപത്തിൽ ആദിയുടെ സമീപത്തേക്ക് നടക്കാൻ തുടങ്ങിയ രവിയെ ശിവ പിടിച്ചു വെച്ചു. വേണ്ടച്ചേ, നമുക്ക് പോകാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അത് പറയുമ്പോൾ ശിവ കരഞ്ഞിരുന്നില്ല. ശിവയുടെ വാക്കുകൾ കേട്ടതും രവി ഒന്ന് അയഞ്ഞു. ആദിക്ക് നേരെ കത്തുന്ന ഒരു നോട്ടം കൊടുത്ത് രവി ശിവയും കൊണ്ട് തിരിച്ചു നടന്നു. അവരോട് പോവരുതെന്ന് പറയാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആദി ആ നിമിഷം ഒന്നും തന്നെ മിണ്ടിയില്ല. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ദൂരത്തേക്കാണ് ശിവ പോകുന്നതെന്ന് അവനപ്പോൾ തോന്നി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരല്ല, മറിച്ച് ചോരയാണെന്ന് ഒരു നിമിഷം കണ്ടു നിൽക്കുന്നവർക്ക് തോന്നി. ശിവ പോയതിനു പിന്നാലെ ആദിയും നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥം നടന്നകന്നു. പോകുന്ന പോക്കിൽ അനുവിനെയും നോക്കാനും മറന്നില്ല. സിദ്ധാർത്ഥും വളരെയധികം തകർന്നു പോയെന്ന് അവൾക്കപ്പോൾ തോന്നി. ഈ നിമിഷം അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞാലോ എന്ന തോന്നലിൽ അവൾ അവന് പുറകെയായി നടന്നു. വിഷ്ണു കരയുന്ന ആമിയെ ആശ്വസിപ്പിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും കരയാൻ തുടങ്ങി. അച്ചുവും കരഞ്ഞുകൊണ്ടിരുന്നു. ആദിയുടെ അവസ്ഥ കണ്ടപ്പോൾ അതുവരെ അവനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിന്നിരുന്ന ശരത്തിന് അവനോട് അതിയായ സഹതാപം തോന്നി. ശരത്ത് ആദിയുടെ അടുത്തേക്ക് ചെന്നു. ആദി അപ്പോഴും മറ്റൊരു ലോകത്തായിരുന്നു. സോറി പാറു, സോറി മോളെ. നീ എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും എനിക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല. നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ല. പലപ്പോഴും നിന്റെ കണ്ണിൽ തെളിയുന്ന എന്നോടുള്ള പ്രണയത്തെ വെറും പുച്ഛത്തോടെ ഞാൻ നോക്കിക്കണ്ടു. അപ്പോഴൊക്കെ നീ എനിക്ക് ശിവ മാത്രമായിരുന്നു. നീ എൻ്റെ പാറുവാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ നിന്നെ എന്നിൽ നിന്നും മാറ്റി നിർത്തില്ലായിരുന്നു. എനിക്കറിയാം നിനക്കൊരിക്കലും എന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ലെന്ന്. അത്രയ്ക്ക് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. പക്ഷേ അതൊക്കെ നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരുന്നു. നിന്നോടുള്ള എൻ്റെ പ്രണയത്തിൻ്റെ സ്വാർത്ഥത കൊണ്ട് മാത്രം. വേറെ ഏതോ ലോകത്തിലെന്ന പോലെ ചിന്തിച്ചിരിക്കുന്ന ആദിയെ ശരത്ത് തട്ടി വിളിച്ചു. മുന്നിൽ ശരത്തിനെ കണ്ടതും ആദി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആദ്യമായാണ് ആദിയുടെ ആ ഒരു ഭാവം അവരെല്ലാവരും കാണുന്നത്. അവനെല്ലാം ഒന്ന് കരഞ്ഞു തീർക്കട്ടെ എന്ന് ശരത്ത് വിചാരിച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും ആദി അല്പം റിലാക്സ് ആയി. പക്ഷെ അപ്പോഴും കണ്ണീർ തോർന്നിരുന്നില്ല. ദാ ആദി, നീ ഇങ്ങനെ കരയാതെ, ശരത്ത് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദാ എൻ്റെ പാറു, പാറു, അവളെ ഞാൻ വിഷമിപ്പിച്ചു. ആദി, നീ എന്തൊക്കെയായി പറയുന്നേ? ആദി പറയുന്നൊന്നും മനസ്സിലാവാതെ ശരത്ത് ചോദിച്ചു. എൻ്റെ പാറു അത് മറ്റാരൊരാളാ. ശിവയാണ് പാറു. ആദി പറഞ്ഞു കേട്ടതും ശരത്തും വിഷ്ണുവും കിരണവും ഷോക്കേറ്റ പോലെ നിന്നു. ആമിയും അച്ചുവും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. ആദി, ഡാ, നീ ഇപ്പൊ എന്താ പറഞ്ഞു? പാറു, നിന്റെ പാറു ശിവയാണെന്നോ? നിനക്കെന്താടാ വട്ട് പിടിച്ചോ? കിരൺ ഓടി വന്ന് അവനോട് ചോദിച്ചു. അതേ ചോദ്യം തന്നെയായിരുന്നു ശരത്തിന്റെയും വിഷ്ണുവിന്റെയും മനസ്സിലും. ഞാൻ പറയുന്ന സത്യോടാ. എൻ്റെ പാറു അവള് ശിവയാ. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന എൻ്റെ നിധി എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോയ വിഡ്ഢിയാണോ ഞാൻ? അപ്പോഴും ആർക്കൊന്നും മനസ്സിലായില്ല. ആദ്യം നീയും തെളിച്ചു പറ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പൊ വന്ന രവിയങ്കളാ എൻ്റെ പാറുവിൻ്റെ അച്ഛൻ. അദ്ദേഹത്തെ കണ്ടപ്പോഴാ ഞാനും ഈ സത്യം തിരിച്ചറിഞ്ഞത്. നിങ്ങളുടെയൊക്കെ ശിവ അവളാണ് എൻ്റെ പാറു. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, വിശ്വാസം വരാതെ ശരത്ത് പറഞ്ഞു. അതെ, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾ കൂടി പറഞ്ഞുതരാമോ? അച്ചു ദേഷ്യത്തോട് ചോദിച്ചു. അപ്പോഴാണ് അച്ചു ആമിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുവെന്ന് അവർക്ക് ബോധം വന്നത്. അത് തന്നെ, പൊട്ടൻ ആട്ടം കാണുന്ന പോലെ നിങ്ങളുടെ സംസാരം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഞങ്ങളും അറിയട്ടെ എന്താണ് കാര്യമെന്ന് ആമിയും ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവരുടെയൊക്കെ സംസാരത്തിൽ നിന്നും അവർക്കൊക്കെ തന്നെയുള്ള ദേഷ്യം എത്രയാണെന്ന് ആദിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെയൊക്കെ സംശയം ഞാൻ തീർത്തുതരാം. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ആദി പറഞ്ഞു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ ആമിയും അച്ചുവും പരസ്പരം ഒന്ന് നോക്കി. ആദി പറഞ്ഞു തുടങ്ങി. എൻ്റെ അച്ഛനും പാറുവിൻ്റെ അച്ഛനും, സോറി, നിങ്ങളുടെ ശിവയുടെ അച്ഛനും കോളേജിൽ പഠിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത്. ആ സമയം തൊട്ട് അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി. രണ്ടുപേർക്കും പരസ്പരം ജീവനായിരുന്നു. ഒരു രഹസ്യങ്ങളും ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല.
ഡിഗ്രി കഴിഞ്ഞപ്പോൾ PGക്ക് അവർ ഒരുമിച്ച് ചേർന്നു. ആ സമയത്താണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. വൈകാതെ അയാളും അവരോടൊപ്പം കൂടി. അവർ രണ്ടുപേരും അയാളെയും കൂടെ തന്നെ ചേർത്ത് നിർത്തി. പഠിത്തം കഴിഞ്ഞതും മൂവരും ചേർന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യകാലപ്പം പ്രയാസം ഉണ്ടായെങ്കിലും പിന്നീട് നല്ല രീതിയിൽ വളർന്നു വന്നു. ബിസിനസ് ഒന്ന് പച്ചപിടിച്ചതും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനും അമ്മയെ വിവാഹം കഴിച്ചു. വൈകാതെ തന്നെ മറ്റു രണ്ടുപേരുടെയും വിവാഹം നടന്നു. അച്ഛന്മാരെ പോലെ തന്നെ അമ്മമാർക്കിടയിലും പരസ്പരം നല്ല ബന്ധം തന്നെയായിരുന്നു. എല്ലാ സമയത്തും ഒരുമിച്ചുണ്ടാകാൻ വേണ്ടി മൂവരും തൊട്ടടുത്ത് തന്നെ 3 വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. അവിടെ എത്തിയതിനു ശേഷമാണ് അമ്മ എന്നെ പ്രസവിച്ച്. വൈകാതെ തന്നെ സിദ്ധാർത്ഥിൻ്റെ അമ്മ അവനെയും പ്രസവിച്ചു. ഞങ്ങൾ ജനിച്ച് 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശ്യാമാൻ്റെ പാറുവിന് ജന്മം നൽകുന്നത്. എല്ലാവർക്കിടയിലേക്ക് വന്ന കുഞ്ഞു മാലാഖയായിരുന്നു പാറു. പാറു ഇത്തിരി വലുതായതിനു ശേഷം അവിടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു ഞാനും സിദ്ധുവുമായിരുന്നു. പാറുവിന് എന്തിനേതിനും ഞങ്ങൾ കൂടെ വേണമായിരുന്നു. ഞങ്ങൾ കൊടുക്കാതെ ഒരു തരി ആഹാരം അവൾ കഴിക്കില്ലായിരുന്നു. പണ്ടേ ഭയങ്കര വാശിക്കാരിയായിരുന്നു അവൾ. പാറുവിനെ കുറിച്ചുള്ള ഓരോ വാക്കിലും ആദിയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അവർക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുന്നവരെ അവൾ ഞങ്ങളെയും കാത്തിരിക്കും. ദൂരെ നിന്ന് ഞങ്ങളുടെ ബസ് വരുന്ന കാണുമ്പോഴേ അവൾ ഓടി മുറ്റത്ത് എത്തിയിട്ടുണ്ടാവും. ഞങ്ങളെ കാണാതെ വാശിക്കരയുന്ന അവളുടെ കരച്ചിൽ കാണാൻ കഴിയാതെയാണ് പ്രായം എത്താതിരുന്നിട്ടും അവൾ അച്ഛന്മാരെ ഞങ്ങളുടെ സ്കൂളിൽ ചേർത്ത്. അവൾ 1ലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ 4-ലായിരുന്നു. സിദ്ധാർത്ഥ അവൾ അനിയത്തി എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോഴും എനിക്കൊരിക്കലും അവൾ അനിയത്തിയാണെന്ന് തോന്നിയിട്ടില്ലായിരുന്നു. മറിച്ച് മറ്റേതൊരു വികാരമായിരുന്നു അപ്പോഴൊക്കെ അവളോട്. പക്ഷെ ആ സമയത്തൊന്നും എന്നിൽ നിറഞ്ഞു നിന്നിരുന്ന ആ വികാരത്തെ തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അവളുടെ പുഞ്ചിരി കാണുമ്പോൾ ഞാനും അറിയാതെ ചിരിച്ചിരുന്നു. അവളുടെ കരച്ചിൽ എന്നെയും വേദനിപ്പിച്ചിരുന്നു. അപ്പോഴൊന്നും അവളോട് എനിക്ക് പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവളുടെ കൂടെയുള്ള ഓരോ നിമിഷവും എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നു. പക്ഷേ അത് അവസാനിക്കാൻ പോവുകയാണെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങളപ്പോൾ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ 3 എൻ്റെ വീടിൻ്റെ ഉമ്മർത്തിരിക്കുകയായിരുന്നു, അമ്മമാർ അടുക്കളയിലും. പെട്ടെന്നാണ് എല്ലാം തകർന്ന പോലെ രവി അങ്കിൾ വന്നത്. അദ്ദേഹം വന്നപാടെ പാറുവിനെ വാരിയെടുത്ത് അടുക്കളയിൽ നിന്നിരുന്ന ശ്യാമാൻ്റെയും വിളിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ അവിടെ ചെന്ന് എത്ര വിളിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല. അകത്തു നിന്നും പാറുവിൻ്റെ ആൻറ്റിയുടെയും കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ വന്ന് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുപോയി. എത്ര വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും ആരും ഞങ്ങളെ കേട്ടില്ല. വീട്ടിലെത്തിയപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അമ്മമാരോട് പറയുന്നത് ഞങ്ങൾ കേട്ടത്. കമ്പനിയിൽ കുറച്ച് നാളായി ഒരുപാട് പണം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. രവി അങ്കിളാണ് പണമിടപാടൊക്കെ ഡീൽ ചെയ്തിരുന്നത്. ഓരോ മാസവും നഷ്ടമാവുന്ന പണത്തിൻ്റെ എണ്ണം കൂടി. എത്ര ചിന്തിച്ചിട്ടും ആരാണിതിന് പിന്നിലെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ രവി അങ്കിളിനെതിരെ തെളിവുകൾ നിരത്തി. അങ്കിൾ അറിയാതെ ഒരു രൂപ പോലും അവിടുന്ന് എടുക്കാൻ കഴിയില്ലെന്ന് വാദിച്ചു. തെളിവുകളെല്ലാം അങ്കിളിനെതിരായിരുന്നു. താനല്ല ഇത് ചെയ്തെന്ന് രവി അങ്കിൾ ആണയിട്ട് പറഞ്ഞിട്ടും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. എൻ്റെ അച്ഛനും ആ സമയം അയാളുടെ കൂടെ തന്നെ നിന്നു. തൻ്റെ ഉറ്റ സ്നേഹിതരായിട്ട് കൂടി തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് കമ്പനിയിൽ നിന്ന് നഷ്ടമായ മുഴുവൻ പൈസയും തിരിച്ചു കൊടുത്ത് അങ്കിൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല. രവി അങ്കിൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും തകർന്നു പോയിരുന്നു. അന്നത്തെ രാത്രി എനിക്കൊരു പോളെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.